जय माता चरणं शरणं रमाम्बिके ചരണം ശരണം ത്രയംബകേ. രൂപത്തിൽ നിന്ന് അരൂപത്തിലേക്കും പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് ഈശ്വരന്റെ ഗുണങ്ങളിലേക്കും പ്രജ്ഞയെ ഉയർത്തുക എന്നതാണ് ഭക്തിയുടെ ലക്ഷ്യം. പ്രകൃതിയുടെ ബന്ധനങ്ങൾ അഥവാ പഞ്ചക്ലേശങ്ങൾ, അതായത് അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നിവയിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുകയാണ് ഭക്തി ചെയ്യുന്നത്. ഈശ്വരൻ എല്ലാ മംഗളഗുണങ്ങളുടെയും ഉറവിടമാണ്. നന്മ, ശക്തി, ശുദ്ധി, ജ്ഞാനം, സ്നേഹം, കരുണ എന്നിവയുടെ ഇരിപ്പിടമാണ് അദ്ദേഹം. ഈശ്വരൻ്റെ ഈ ശ്രേഷ്ഠമായ ഗുണങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നതിലൂടെ മനസ്സ് പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് വിമുക്തമാകുന്നു. ഇത്തരത്തിൽ മനസ്സ് വേർപെടുമ്പോൾ ആത്മാവിന് ഈശ്വരനുമായുള്ള തൻ്റെ സഹജമായ ബന്ധത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു. ഈ ബോധത്തിൽ നിന്നാണ് യഥാർത്ഥ ഭക്തി ജനിക്കുന്നത്. മനസ്സ് എപ്പോഴും രൂപങ്ങളോട് ശീലിച്ചതാണ്. രൂപമില്ലാത്ത ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ അതിന് പ്രയാസമാണ്. ഓരോ ചിന്തയും ആശയവും ഒരു രൂപമാണ്. അതിനാൽ മനസ്സ് ലൗകികമായ എല്ലാ ഇംപ്രഷനുകളിൽ നിന്നും മുക്തമാകണം. അപ്പോൾ മാത്രമേ അതിന് ഈശ്വരനുമായി ഒന്നാകാൻ കഴിയൂ. ഈശ്വരനിൽ ലയിച്ച ശേഷം പുറത്തു വരുന്ന മനസ്സ് ഒരു പുതിയ രൂപത്തിലായിരിക്കും. അത് ജ്ഞാനത്തിൻ്റെ വാഹനമായും ഈശ്വരഹിതത്തിൻ്റെ വ്യാഖ്യാതാവായും ഈശ്വര സ്നേഹത്തിൻ്റെ സന്ദേശവാഹകനായും മാറുന്നു. ഭക്തിക്ക് രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന് വൈധീഭക്തി, അതായത് ഗൗണഭക്തി. ഇത് ഒരു ചിട്ടയായ പരിശീലനമാണ്. ഇതിൽ പരിശ്രമം ആവശ്യമാണ്. വിവിധ ഘട്ടങ്ങളുമുണ്ട്. രണ്ടാമത്തെ പരാഭക്തി. ഇതാണ് യഥാർത്ഥ ഭക്തി. ഇത് ഗുണങ്ങൾക്ക് അതീതമാണ്. ഈശ്വരനോടുള്ള അഗാധമായ പ്രണയവും ആദരവുമാണത്. ഇതിൽ ലൗകികമായ ആഗ്രഹങ്ങളുടെ സ്പർശനമില്ല. സ്നേഹം എല്ലാ വസ്തുക്കളിൽ നിന്നും പിൻവലിച്ച് ഈശ്വരനിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അതിനെ ഭക്തി എന്ന് വിളിക്കുന്നു. ഭക്തി എന്നത് കേവലം വൈകാരികമായ ഒരു ആവേശമല്ല, മറിച്ച് അത് ഈശ്വരനുമായുള്ള ആത്മീയമായ ഇഴയടപ്പമാണ്. ഭക്തനൊരു വ്യാപാരിയല്ല. ഈശ്വരനോട് അയാൾ ഒന്നും വിലപേശുന്നില്ല. അയാൾ യാചകനുമല്ല, നൽകുന്നവൻ മാത്രമാണ്. ഈശ്വരനില്ലാതെ മറ്റൊന്നും അയാൾ കാണുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഈശ്വരൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. ഈശ്വരന് രൂപമില്ലാത്ത അവസ്ഥയുണ്ട്. എന്നാൽ ഭക്തന്റെ സ്നേഹത്തിന് വഴങ്ങി അദ്ദേഹം രൂപം സ്വീകരിക്കുന്നു. ധ്രുവന്റെ കഥ ഇതിന് ഉദാഹരണമാണ്. തൻ്റെ അമ്മയായ സുനീതിയുടെ വാക്കുകളിൽ നിന്നാണ് ധ്രുവന് ജ്ഞാനം ലഭിച്ചത്. കൊച്ചു ബാലനായിരുന്നിട്ടും തൻ്റെ ദൃഢനിശ്ചയത്തിലൂടെയും കഠിനമായ തപസ്സിലൂടെയും അവൻ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നേടി. ഭക്തിയും സാധനയും ജീവിതത്തിൽ അത്യാവശ്യമാണ്. വെറുതെ മക്കൾക്ക് ഈശ്വരൻ്റെ പേരിട്ടതുകൊണ്ട് മാത്രം മരണസമയത്ത് മോക്ഷം കിട്ടണമെന്നില്ല. തൻ്റെ 4 മക്കൾക്കും ഈശ്വരൻ്റെ പേരിട്ട ഒരു ബ്രാഹ്മണന്റെ കഥ ഇതിനുദാഹരണമാണ്. മരണക്കിടക്കയിൽ അയാൾ മക്കളുടെ പേര് വിളിച്ചത് ഈശ്വരനെ ഓർത്തല്ല, മറിച്ച് തൻ്റെ ബിസിനസ്സും കടയും ആര് നോക്കും എന്ന ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അജാമിളിൻ്റെ കഥയിൽ അദ്ദേഹം മോക്ഷം നേടിയത് പൂർവജന്മത്തിലെ പുണ്യഫലം കൊണ്ടും അവസാന നിമിഷം ഭഗവാനെ സ്മരിച്ചതുകൊണ്ടുമാണ്. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഈ ലോകത്ത് നമുക്ക് ബന്ധുക്കളുണ്ടാകാം. എന്നാൽ പരലോകത്ത് ഈശ്വരൻ മാത്രമേ കൂട്ടിനുണ്ടാകൂ. അതിനാൽ ഈശ്വരനെ സ്വന്തമായി കാണുക. അദ്ദേഹത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. ഈശ്വരൻ പണം കൊടുത്തു വാങ്ങാവുന്ന ഒന്നല്ല. വിനയത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും മാത്രമേ അദ്ദേഹത്തെ ലഭിക്കൂ. ഫലം ഈശ്വരന് വിട്ടു നൽകി നിരന്തരം പരിശ്രമിക്കുക. ഗൃഹസ്ഥാശ്രമികൾ എന്ന നിലയിൽ നിങ്ങളുടെ കുട്ടികളെ ഉത്തമ പൗരന്മാരായി വളർത്തുക. വീടുകൾ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മീയ പ്രകാശത്തിൻ്റെയും കേന്ദ്രങ്ങളാകണം. ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി സാധനയ്ക്കായി ശക്തിനഗറിൽ വരുന്നത് നിങ്ങൾക്ക് ഗുണകരമാകും.
ആത്മീയത എന്നാൽ ശക്തി എന്നാണ് അർത്ഥം. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഭക്തിയുടെയും ശക്തി. ധ്യാനത്തിലൂടെ ഈ ശക്തി വളർത്തുക. ധ്യാനം ഉപേക്ഷിച്ചാൽ മനസ്സ് ദുർബലമാകും. ദുർബലമായ മനസ്സിൽ ചെറിയ വിഷമങ്ങൾ പോലും വലുതായി തോന്നും. ധ്യാനത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുന്നവരുടെ വിശ്വാസത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന മക്കളെയാണ് ഇന്ന് ആവശ്യം. ഗുരുവിൻ്റെ സാമീപ്യത്തിൽ കഴിയുന്നതാണ് യഥാർത്ഥ ആത്മീയ വിദ്യാഭ്യാസം. ഏറ്റവും ഉയർന്ന ഉപദേശം മൗനമാണ്. ഈശ്വര കൃപയിൽ ആറാടാനും ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം നേടാനും നമുക്ക് പരിശ്രമിക്കാം. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.